ഇന്ന് വൈകിട്ട് വന്നപ്പോഴും ഇവിടെ ഒന്നും പട്ടിയൊന്നും കണ്ടില്ല കേട്ടോ. ഞാനിവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് മുളക് നടന്നുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത്. സന്ധ്യയ്ക്ക് ഇവിടെ ഇരിക്കാൻ ശകലം പേടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇത്രയും ഭാഗത്തിന് മുളക് നട്ട് തീരണം. അപ്പോൾ ഇന്ന് തീരത്തില്ലായിരിക്കും. ഇത്ര ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല. ഇനി സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയാണ്. അപ്പം ഒരാൾ എന്നോട് ചോദിച്ചേ, ഞായറാഴ്ച നമ്മൾ തൈയൊക്കെ നടാൻ കൊള്ളാവോ, ഞായറാഴ്ചയൊക്കെ നടുവോന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ തൈകളും നടുന്നതേ ഞായറാഴ്ച തന്നെ. ഭാഗത്ത് ഇത്രയും കൂടെ മുളക് നന്നായിട്ട് പിടിച്ചിരിക്കുമ്പോഴേ നല്ല രസമായിരിക്കും കാണാനും. പിന്നെ എല്ലാം ഞായറാഴ്ച മുളക് പിച്ചേണ്ടി വരും. ആഴ്ചയിൽ ഒരിക്കലാണ് ഞാനിവിടെ മുളക് കൂടുതൽ പിച്ചുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ പിച്ചി കൊടുക്കും. അപ്പോൾ ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം കുറേ നാൾ കൊണ്ട് ഞാൻ ഒരുപാട് മുളക് ഇടുന്നില്ല. അപ്പം നമുക്ക് പിച്ചി എടുക്കാനുള്ള പ്രശ്നം കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് നാൾ കൊണ്ട് അങ്ങനെ മുളക് അധികം ഇടുന്നില്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ളതും പിന്നെ കുറച്ചുകൂടെ അധികം ഇടത്തുള്ളൂ. ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇത്രയും നല്ല മുളക് ശരിക്കും ഇവിടെ പിടിക്കും, വലിയ കീടശല്യമൊന്നുമില്ല. അതൊരു വലിയൊരു ഉപകാരമാണ്. എനിക്ക് ആ ഒരു കാര്യത്തിൽ വലിയൊരു സന്തോഷമുണ്ട്. മുളകിന് യാതൊരു തന്നെ മിക്കവാറും കീടശല്യങ്ങളൊന്നും വരാറില്ല. ഇടയ്ക്കൊക്കെ ചെറിയ കുരുടിപ്പ് വന്നാലും തോളമേറ്റോ കുമ്മായൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് മാറും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കേ ഇത്തവണ കൂടുതൽ മുളക് ചെയ്തിട്ട് മുളകിന് ആവശ്യക്കാരുണ്ടെങ്കിലേ ഇത് കൊറിയർ അയച്ചു കൊടുക്കാമല്ലോ. ഒരു കൊറിയർ ചാർജ് ഉൾപ്പെടെ ഒരു 150-140 രൂപയൊക്കെ ഒരു കിലോയുടെ പുറത്താകും. പക്ഷേ ഈ ഒരു മുളകിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാലേ, നമുക്ക് കുറച്ച് നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. 1 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഇത് നമുക്ക് എന്തുവാ പറയുന്നത്, നിങ്ങൾക്ക് എവിടെ ഇത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ഇത്രയ്ക്ക് നല്ല ഒരു കീടനാശിനികളും അടിക്കാത്ത ഇത്ര നല്ല മുളക് നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. അത് നിങ്ങൾക്ക് ഏത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. കാരണം ഞാൻ അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് മുളകിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിതുവരെ ഒരു കീടനാശിനികളും അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് ലാബുകളൊക്കെ ഉണ്ട് ഇപ്പം പച്ചക്കറിക്കകത്ത് വിഷമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഏറെക്കുറെ എത്രയൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും ഭാഗം നട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി കൂടുതൽ നടാൻ നിന്ന് കഴിഞ്ഞാൽ സന്ധ്യയാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താമേ.